ഹേ ഗായ്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ഡൽഹി സീരീസ്. ഡേ 1 നമ്മൾ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. ഇനിയാണിത് റിയാലിറ്റി. ഡൽഹിയിൽ വന്നതിന്റെ മെയിൻ റീസൺ തന്നെ വിസിറ്റ് ആണ്. ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നവർക്ക് ഈ വീഡിയോ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ വിസിറ്റിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ രണ്ട് ബാച്ചായിട്ട് തിരിക്കും. ഞാനൊക്കെ അക്ഷരമാലയിൽ ആദ്യം തന്നെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ബാച്ചും 50 to 100 സെക്കൻഡ് ബാച്ചും. ഈ രണ്ട് ബാച്ചുകാരും രണ്ട് ബസ്സിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് 4 വിസിറ്റ് ഉണ്ടെങ്കിലും രണ്ട് കൂട്ടർക്കും കോമൺ ആയിട്ടുള്ള ഒരു വിസിറ്റ് ആണ് ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതായത് രമണ, ഇന്ത്യയിൽ നഴ്സുമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നായിട്ടുള്ള TNAI. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, ഇതുകൊണ്ട് നഴ്സുമാർക്ക് പ്രത്യേകിച്ച് എന്താ ഗുണമുള്ളതെന്ന്. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ നഴ്സുമാർ ഫേസ് ചെയ്ത ഒരു വലിയ പ്രോബ്ലമാണ് സാലറി ഇഷ്യൂ. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആരോട് പറയും, ആര് നമുക്ക് വേണ്ടി സംസാരിക്കും? അങ്ങനെയുള്ള ഓരോ സന്ദർഭം വരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംഘടനകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇതിലൊരു അംഗം ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കും വ്യക്തമായിട്ട് അറിയത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവർ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇവര് നമുക്ക് എല്ലാവർക്കും കൂടെ കീ ചെയിൻ ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ മോർണിംഗ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ഏജൻസി അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ പിന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ് ഒക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള TNA മെമ്പേഴ്സിനെയും പ്രസിഡന്റിനെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ പിന്നെ കേരള കർണാടക ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം നോക്കി CPRന്റെ ക്ലാസ് ഒക്കെ കൂടി വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. ബസ്സിലാണെങ്കിൽ ആരും ഡാൻസ് ഒന്നും കളിച്ചില്ല. കാരണം പഴയ ഡൽഹി ഗ്യാങ് റേപ്പ് കേസിന് ശേഷം ഇപ്പൊ ഹൈവേയിലൊക്കെ കയറുമ്പം പാട്ട് ഒത്തിരി ഒച്ചയിലിട്ടോ അതേപോലെ കർട്ടൻ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന കരോൾ ബാഗാണ്. അവിടെ ഹോട്ടലിലെത്തി വൈകുന്നേരം ചായ കുടിച്ച്, ചായക്ക് നമുക്ക് കിഴങ്ങ് ബജി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വൈകുന്നേരം സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി. പിന്നെ ഈ ട്രിപ്പ് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദേശം കിട്ടിയ ഒരു കാര്യമാണ് ഡൽഹിയിൽ പോയിട്ട് സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കണ്ടതൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. പക്ഷെ നമുക്ക് അനുസരണ തീരില്ലാത്തത് കൊണ്ട് കണ്ണി കാണുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. ബൈ ബൈ.